10 വർഷക്കാലമായി ഞങ്ങൾ തിരിച്ചടിക്കാത്ത SFI ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളെ തല്ലിയാൽ തിരിച്ചു തല്ലും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തിരിച്ചു തല്ലിയിരിക്കും. അത് ഏത് പോലീസ് ഏമാനോടാണെങ്കിലും. ഈ പോലീസിനോട് ഏതെങ്കിലും വിധത്തിൽ പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ മെയ് മാസം 4-ന് റിസൾട്ട് വന്നപ്പോ നന്ദാവനം ക്യാമ്പിലും കാസർഗോഡും കേക്ക് മുറിച്ച് ആഘോഷിച്ചതിന്റെ കേക്ക് കഷ്ണം തിന്നവർ ഇവിടെയുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരോടായിട്ടൊരു കാര്യം പറയാം. ഇതുവരെയും 10 വർഷക്കാലമായി ഞങ്ങൾ തിരിച്ചടിക്കാത്ത SFI ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനർത്ഥം നിങ്ങൾ അടിച്ചിട്ടില്ല, ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല എന്നല്ല. നിങ്ങൾക്കൊരു സംരക്ഷണം ഉണ്ടായിരുന്നു. അത് ഇടത് നയത്തിന്റെ സംരക്ഷണമാണ്. നിങ്ങൾ കെ കരുണാകരന്റെ ഭീതിതമായിട്ടുള്ള പോലീസ് നയത്തിലേക്കായിരിക്കും ചിലപ്പോൾ ചേക്കേറാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ 1994 നവംബർ മാസം 25-ന് ഇപ്പോഴും കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു മെഹസറുണ്ട്. ആ മെഹസറിൽ KV റോഷൻ എന്നൊരാളുടെ പേരുണ്ട്. KV റോഷൻ എന്നൊരാളുടെ പേരിൽ മൂന്നാമതായി തന്റെ നെഞ്ചിലേക്ക് വെടിയേറ്റു വാങ്ങുമ്പോൾ KV റോഷൻ തിരിഞ്ഞോടിയിട്ടില്ലെന്ന് അഭിമാനത്തോടുകൂടി ഓർക്കുന്ന SFI ആണ് ഇവിടെയുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളും. രാജീവനും മധുവും കൊല്ലപ്പെട്ടതിനു ശേഷവും കൂത്തുപറമ്പിന്റെ വെടിവെപ്പിലേക്ക് നടന്നു നീങ്ങിയവരുടെ കൊടിയാണ് ഞങ്ങളുടെ കയ്യിലുള്ളതെന്ന് നല്ല ധൈര്യം നിങ്ങൾക്കുണ്ടായിക്കോളൂ. ഒരു കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങളായിട്ട് തല്ലില്ല. പക്ഷേ ഞങ്ങളെ തല്ലിയാൽ തിരിച്ചു തല്ലും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തിരിച്ചു തല്ലിയിരിക്കും. അത് ഏത് പോലീസ് ഏമാനോടാണെങ്കിലും ഇപ്പോൾ തന്നെ അറിയിച്ചേക്കോ. ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് മാർച്ച് നടത്തിയപ്പോ ഞങ്ങളുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുടെ ഫോട്ടോ ഗ്രൂപ്പിലിട്ടിട്ട് പറഞ്ഞു, ഇവനെ അടുത്ത തവണ കിട്ടിയാൽ തല്ലി ഒതുക്കണമെന്ന്. ഇട്ടു തരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മാത്രമല്ല, തല്ലി ഒടിക്കാൻ ലാത്തി പൊക്കുന്നതിന് മുമ്പ്, ജീവൻ ബാക്കി ഉണ്ടാകുന്നതിന് മുമ്പ് തിരിച്ചു തല്ലിയിരിക്കും കേട്ടോ, അടിക്കും. അതുകൊണ്ട് അതിനൊന്നും ഒരു സംശയവും വേണ്ട.